ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗവുമായിട്ടാണ്. 9ാം ക്ലാസ്സിലെ പാഠഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പുതിയ പുസ്തകമാണ് അല്ലെ, പുതിയ പാഠഭാഗങ്ങളാണ്. അപ്പോ നമുക്ക് അത് നോക്കാം. എല്ലാവരും പുതിയ പുസ്തകം എടുത്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എടുത്ത് കൈപിടിച്ചോളൂ. അതിലെ ഏകകം എന്ന് പറയുന്നത് 1ാമത്തെ ഏകകമാണ്. അതില് പല്ലവം എന്ന് പറയുന്ന ഏകകത്തിലെ പ്രഥമ പാഠമാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. പ്രഥമഃ പാഠഃ വിശ്വസൗന്ദര്യം. വിശ്വസൗന്ദര്യം എന്നാണ് പാഠഭാഗത്തിന്റെ പേര്. വിശ്വസൗന്ദര്യം. വിശ്വം എന്താണ്? വിശ്വം ലോകം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് വിശ്വം എന്ന് പറഞ്ഞാല്. മലയാളത്തിലും വിശ്വം എന്ന് പറഞ്ഞാൽ ലോകമാണ്, സംസ്കൃതത്തിലും വിശ്വം എന്ന് പറഞ്ഞാല് ലോകമാണ്. അപ്പോ വിശ്വസൗന്ദര്യം, ലോകത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് ഇവിടെ ഈ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഇതൊരു പദ്യഭാഗമാണ്. അതില് പ്രതിപാദിക്കുന്നത് ലോകത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ്. അപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പാഠഭാഗത്തിന്റെ അർത്ഥം വിശ്വസൗന്ദര്യം. ഇനി നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. പ്രകൃതേഹേ സൗന്ദര്യം അന്യദൃശാം അതുലം അനുഭവവേദ്യം ച ഭവതി. പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അന്യദൃശ്യം, മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്തതും അതുപോലെ അതുലമാണ്. അത് നമുക്ക് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ, മറ്റൊന്നിനോട് ഉപമിക്കാനായിട്ട് സാധിക്കാത്തതാണ്. മനസ്സിലായോ? അതായത് സമാനതകളൊന്നും ഇല്ലാത്തതാണ്. അനുഭവവേദ്യം, അത് അനുഭവവേദ്യവുമാണ്. അപ്പൊ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? അന്യാദൃശം അതുലം അനുഭവവേദ്യം ച ഭവതി എന്നാണ് ഇവിടെ പറയുന്നത്. പ്രാതകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണഃ തഥാ രാത്രേഹേ നിശബ്ദതായാഃ സുഖാനുഭാവേന നിശാഗീതകാഃ ച യാവശ്ചക്യം ഗായന്തി. അവിടെ പറയുന്നത് നമുക്കറിയാം അല്ലെ, പ്രാതകാലെ രാവിലത്തെ സമയത്ത് മനോഹാരിതാണ് സുന്ദരമായ. പ്രാതകാലത്തെ സുന്ദരത എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് നമ്മളെല്ലാവരും പ്രകൃതിയുടെ പ്രാതകാലത്തെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം. എന്തായിരിക്കും നമ്മൾ കേൾക്കുക? പക്ഷിണഃ രവഃ അല്ലെ, പക്ഷികളുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ആണ് ഇവിടെ പറയുന്നത്. പ്രാതകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണാഹ തദ രാത്രേഹേ നിശബ്ദതയ. അതുപോലെ തന്നെ രാത്രേഹേ നിശബ്ദതായ, രാത്രിക്ക് എന്താണ്? നിശബ്ദതയാണ്. സുഖാനുഭവേന നിശാഗീതകാഃ ച യാവച്ചൈക്യം ഗായന്തി. അപ്പൊ സുഖാനുഭവമായിട്ടുള്ള ഒരു രാത്രിയില്, നമുക്ക് നിശബ്ദമായിട്ടുള്ള ആ രാത്രിയില് നിശാഗീതകാഃ യാവച്ചൈക്യം ഗായന്തി. നിശാഗീതകരും അവിടെ പാടുന്നു. പ്രകൃതേഹേ സൗന്ദര്യേണ, പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടഃ വയമപി ബഹുന പ്രകാരേണ ഗായാമഃ. പ്രകൃതിയുടെ ഈ സൗന്ദര്യം, അതായത് സൗന്ദര്യം ആസ്വദിച്ചിട്ടാണ് പാടുന്നത് അല്ലെ, നമുക്കറിയാം. അപ്പൊ അവിടെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഗാനങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മള് പ്രകൃതിയെ കുറിച്ച് വർണ്ണിക്കുന്നത്. അപ്പൊ അവിടെ പ്രകൃതി സൗന്ദര്യേണ ആകൃഷ്ടഃ വയമപി ബഹുന പ്രകാരേണ ഗായാമഃ. പ്രകൃതി സൗന്ദര്യം എല്ലാം ആസ്വദിച്ചിട്ട് ആകൃഷ്ടരായിട്ട് വയമപി ബഹുന പ്രകാരേണ ഗായാമഃ, ഞങ്ങളും നല്ല രീതിയിൽ ഞങ്ങളും അവിടെ പാടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. താദൃശമേകം ഗീതമേ അത്ര പടാമഹ. അവിടെ താദൃശം, ഇത്തരത്തിലുള്ള ഏകം ഗീതം, ഒരു ഗീതം അത്ര ഇവിടെ പടാമഹ, നമുക്ക് പഠിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അവിടെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. ആമുഖത്തില് അധ്യയന വർഷ ആരംഭേ പ്രഥമമേവ ഗച്ഛതി വിശ്വപര്യാവരണ ദിനം. അധ്യയന വർഷ ആരംഭം,
എന്താണ് അധ്യയന വർഷ ആരംഭം? ഇപ്പൊ നമുക്ക് തുടങ്ങിയത് അല്ലെ? നമുക്ക് എന്നാണ് സ്കൂൾ തുറന്നത്? 3-ാം തീയതിയാണ് തുറന്നത്. അപ്പൊ അധ്യയന വർഷം ആരംഭിച്ചത് ജൂൺ 3-നാണ്. ആ ജൂൺ 3-ന് ആരംഭിച്ച അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പ്രഥമമേവ ആഗച്ഛതി, ആദ്യമായിട്ട് നമുക്ക് വന്നത് എന്താണ്? വിശ്വ പര്യാവരണ ദിനം, ലോക പരിസ്ഥിതി ദിനമാണ് അല്ലെ? നമ്മൾ ആഘോഷിച്ചു അല്ലെ? സ്കൂളില് തൈകളൊക്കെ നട്ട് മരത്തൈകളൊക്കെ മരച്ചെടികളൊക്കെ വെച്ച് നമ്മളത് ആഘോഷിച്ചു അല്ലെ? അപ്പോ വേൾഡ് എൻവയോൺമെന്റൽ ഡേ അല്ലെ, അതിനെയാണ് നമ്മളിവിടെ വിശ്വ പര്യാവരണ ദിനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആദ്യമായിട്ട് അധ്യയന വർഷം ആരംഭിച്ചപ്പോ ആദ്യമായിട്ട് വന്നത് എന്താണ്? നമുക്ക് വിശ്വ പര്യാവരണ ദിനമാണ്. സന്ദർഭേ അസ്മിൻ പ്രതിവർഷം നൂതന ആശയാൻ സ്വീകൃത്യേവ ദിനാചരണം പ്രചലതി. അവിടെ സന്ദർഭത്തിനനുസരിച്ച് പ്രതിവർഷം നൂതന ആശയം, ഓരോ വർഷവും പുതിയ പുതിയ ആശയങ്ങളാണ് സ്വീകരിക്കുന്നത്. ഈ ദിനാചരണം ആചരിക്കുന്നതിന് വേണ്ടി, ദിനാചരണം പ്രചലതി, ദിനാചരണം ആചരിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും സന്ദർഭത്തിനനുസരിച്ച് നൂതന ആശയാൻ, പുതിയ പുതിയ ആശയങ്ങളാണ് അവിടെ സ്വീകരിക്കുന്നത്. അസ്യ ദിനാചരണസ്യ ഉദ്ദേശം കിം, അവിടെ ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശം എന്താണെന്നും അതുപോലെ ദിനമിതം അസ്മാൻ കിം ഉദ്ഘോഷയതി, അതുപോലെ തന്നെ അസ്മാൻ പരിതഃ കെ പ്രകൃതി ഉപവാഹ സന്ധി തേഷാം ഉപഭോക്താരഃ കെ തേഷാം സംരക്ഷണം കിമർത്ഥം കരണീയം പശ്യന്തു. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് പാഠഭാഗത്തിന്റെ അവസാനത്തിൽ പറയാം. അപ്പൊ അത്രയാണ് ആമുഖത്തില് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിശ്വസൗന്ദര്യം എന്ന പദ്യഭാഗത്തിലേക്ക് പോകാം. അടുത്ത പേജ് നോക്കാം. അപ്പൊ നമുക്ക് പദ്യഭാഗം നോക്കാം. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. വിശാല സുന്ദര വിശ്വം പശ്യതു, വിശാല സുന്ദര വിശ്വം പശ്യതു. ശ്രദ്ധിച്ച് ബുക്ക് എടുത്ത് ശ്രദ്ധിച്ചു നോക്കുക. വരികൾ ഓരോന്നും വായിക്കുമ്പോ ഒപ്പം വായിക്കുക. ചില വാക്കുകൾ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. വിശാല സുന്ദര വിശ്വം, വിശാല സുന്ദരം എന്ന് പറഞ്ഞാല് വിശാല സുന്ദരമായ വിശ്വം ലോകം, പശ്യതു നോക്കൂ, നയനാനന്ദകരം നയനം കണ്ണിന് ആനന്ദകരം ആനന്ദകരമാണ്. അപ്പൊ വിശാല സുന്ദരമായ ഈ ലോകം നോക്കൂ, നയനാനന്ദകരം കണ്ണിന് ആനന്ദകരമാണ്. ഈ വിശാല സുന്ദരമായ ഈ ലോകം നോക്കുന്നത് തന്നെ നമ്മുടെ കണ്ണിന് ആനന്ദകരമാണ്. സർവചരാചര നിവാസമതുലം, സർവചരാചരം എല്ലാ ജീവജാലങ്ങളും നിവസതി താമസിക്കുക, ജീവിക്കുക അല്ലെ. അതുലം എന്ന് പറഞ്ഞാല് ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത, അതായത് സമാനതകളൊന്നും ഇല്ലാത്തതായ, അതാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്ന മറ്റൊന്നിനോട് ഉപമിക്കാൻ സാധിക്കാത്തതുമായ ഈ നമ്മുടെ ഈ വിശ്വം, ഈ ലോകത്ത് മദീയനാഗമിമം, ഈ ലോകം എന്താണെന്നാ പറയണേ? മദീയം എന്റെ, നാഗമിമം, നാഗം എന്ന് പറഞ്ഞാല് നാഗാല കാണ്. അപ്പൊ നാഗം എന്ന് പറഞ്ഞാല് സ്വർഗമാണ്. അപ്പൊ ഇത് എന്റെ സ്വർഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോ വിശാല സുന്ദരമായ ഈ ലോകം നോക്കുന്നത് തന്നെ കണ്ണുകൾക്ക് ആനന്ദകരമാണ്. എല്ലാ ജീവജാലങ്ങളും സമാനതകളില്ലാതെ ജീവിക്കുന്ന ഈ ലോകം എന്റെ സ്വർഗമാണ് എന്നാണ് ആദ്യത്തെ 4 വരി പദ്യത്തിന്റെ അർത്ഥം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 4 വരി പദ്യം നോക്കാം. വഹന്തി നദ്യസ്തിഷ്ഠത്യസ്മിൻ, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വാക്കുകൾ, അപ്പൊ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടാ. വഹന്തി നദ്യസ്തിഷ്ഠത്യസ്മിൻ മഹാജലാ ബഹവ
അരണ്യകേദാരുപവനാനി സുഖപ്രധാനിതത. അപ്പോ നമ്മളോട് പറയുന്ന വാക്കുകള് വായിക്കുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തെറ്റിപ്പോവും. അപ്പൊ വഹന്തി നദ്യസ്തിഷ്ഠത്യസ്മിൻ, വഹന്തി നദ്യ അല്ലെ, നദികള് എന്താണ് ചെയ്യുന്നത്? വഹന്തി, ഒഴുകുന്നു, ഒഴുകുന്നു, വഹിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് വഹന്തി. അപ്പോ നദികൾ ഒഴുകുന്നു. തിഷ്ഠത്യസ്മിൻ മഹാജല ബഹവ, മഹാജല, മഹാജല എന്ന് പറഞ്ഞാല് പർവ്വതങ്ങള്, പർവ്വതങ്ങള്, ബഹവഹ മഹാജല, ധാരാളം പർവ്വതങ്ങള് ഇവിടെ തിഷ്ഠത്യസ്മിൻ ഇവിടെ നിൽക്കുന്നു. അരണ്യകേദാര ഉപവനാനി, അരണ്യം, അരണ്യം എന്ന് പറഞ്ഞാല് വനം, കാട് എന്നുള്ള അർത്ഥമാണ്. കേദാരം, കേദാരം വയല്, ഉപവനാനി കുറ്റിക്കാടുകള്. അപ്പൊ അവിടെ അരണ്യം, കാടുകളും വയലുകളും കുറ്റിക്കാടുകളും സുഖപ്രധാനിതത, അതുപോലെ തന്നെ സുഖപ്രധാനികളാണ്, അവയും നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്നവയും തന്നെ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സുഖം പ്രദാനം ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? നദികള് ഒഴുകുന്നതും വലിയ പർവ്വതങ്ങള് തല ഉയർത്തി നിൽക്കുന്നതും അരണ്യകേദാര ഉപവനാനി, വനങ്ങളും വയലുകളും കുറ്റിക്കാടുകളും സുഖം തരുന്നവയാണ്. നമുക്ക് ഈ ലോകത്തില് ഈ പ്രകൃതിയിൽ നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്നവ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ പ്രകൃതിയെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ വർണ്ണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓരോ കാര്യങ്ങളും എടുത്ത് നദിയെക്കുറിച്ചും അതുപോലെ നമ്മുടെ പർവ്വതങ്ങളെ എടുത്തും അതുപോലെ കാടിനെ കുറിച്ചും വയലുകളെ കുറിച്ചും ഉപവനങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സുഖപ്രധാനിതത, സുഖം പ്രദാനം ചെയ്യുന്നവ തന്നെ ആണ് എന്ന് പറയാണ്. അവിടെ വർണ്ണിച്ചിരിക്കുകയാണ് പ്രകൃതിയെ. ഇനി അടുത്ത 4 വരി പദ്യം നോക്കാം. കൂപ തടാക ലതാ തരു വൃന്ദാനി എന്നാണ് അവിടെ. അത്ര വിരാജതേ. അപ്പൊ അവിടെ കൂപ തടാക ലതാ തരു വൃന്ദാന്യത്ര വിരാജന്തേ പ്രവാദി പവന സുമഗന്ധവഹോ വിഭാതി ഗംഗോദത. ഒന്നുകൂടി വായിക്കാം. കൂപ തടാക ലതാ തരു വൃന്ദാന്യത്ര വിരാജന്തേ പ്രവാദി പവന സുമഗന്ധവഹോ വിഭാതി ഗദ്യോദത. നമുക്ക് അർത്ഥം നോക്കാം. കൂപം, കൂപം പഠിച്ചിട്ടുള്ളതാണ്, കിണർ അല്ലെ. തടാകം, തടാകം തന്നെ. ലത വള്ളി, തരു, തരു എന്ന് പറഞ്ഞാല് വൃക്ഷങ്ങള്, വൃന്ദാനി കൂട്ടം, കൂട്ടങ്ങള്. അപ്പോ ഇവിടെ കൂപവും തടാകവും ലതയും തരുവും അങ്ങനെയുള്ള കൂട്ടങ്ങള് അത്ര ഇവിടെ വിരാജന്തേ ഇവിടെ ശോഭിക്കുന്നു. അപ്പൊ പ്രകൃതിയില് മറ്റുള്ളവയെ പോലെയൊക്കെ തന്നെ കൂപ തടാക ലതാ തരു വൃന്ദാനി, ഈ കൂപവും തടാകവും ലതയും തരുക്കളുടെയും ഒരു കൂട്ടം ഇവിടെ വിരാജന്തേ ശോഭിക്കുന്നു. പ്രവാദി പവന സുമഗന്ധവഹോ, പ്രവാദി, പ്രവാദി എന്ന് പറഞ്ഞാൽ വീശുന്ന പവനഹ കാറ്റ്, വീശുന്ന കാറ്റിന് സുമഗന്ധവഹോ, സുമെന്ന് പറഞ്ഞാല് പുഷ്പങ്ങള്, പൂക്കള്, പൂക്കളുടെ ഗന്ധവഹോ, പൂക്കളുടെ ഗന്ധങ്ങള്, പൂക്കളുടെ മണം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റാണ് ഇവിടെ വീശുന്ന കാറ്റ്. മനസ്സിലായോ? അപ്പോ നമ്മുടെ പ്രകൃതിയിൽ വീശുന്ന കാറ്റിനെയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രവാദി പവന സുമഗന്ധവഹോ, പൂക്കളുടെ മണമുള്ള വീശുന്ന കാറ്റ്. വിഭാതി ഗദ്യോദഹ, അതുപോലെ തന്നെ സൂര്യൻ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ആര് വരുന്നത്? വിഭാതി ഗദ്യോദഹ, ഗദ്യോദഹ, ഗദ്യോദഹ എന്ന് പറഞ്ഞാല് ഗം ദോദയതി ഇതി ഗദ്യോദഹ. ഗം എന്ന് പറഞ്ഞാല് ആകാശമാണ്, ദോദയതി എന്ന് പറഞ്ഞാല് തിളങ്ങുന്ന, തിളങ്ങുന്ന എന്നാണ്. അപ്പൊ അവിടെ ഗം ദോദയതി ഇതി ഗദ്യോദഹ എന്നാണ് അവിടെ അതിന്റെ വിഗ്രഹം വരുന്നത്. അപ്പൊ അവിടെ ആകാശത്ത് തിളങ്ങുന്നവൻ എന്നുള്ളത് ആരാണ്? സൂര്യ. അപ്പൊ അവിടെ സൂര്യസ്യ സമാനാർത്ഥക പദം ഭവതി ഗദ്യോദഹ. ഗദ്യോദഹ എന്നുള്ളത് സൂര്യന്റെ ഒരു സമാനാർത്ഥക പദമാണ്. സൂര്യ എന്നാണ് ഗദ്യോദഹ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അവിടെ വിഭാതി ഉദിക്കുന്നു,
അപ്പൊ ഉദിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യൻ എന്താ സൂര്യൻ ഉദിക്കുന്നു, സൂര്യനും ഉദിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? സൂര്യനെ കുറിച്ച് പറഞ്ഞു, വീശുന്ന കാറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കൂട്ടമായിട്ട് ഇവിടെ ശോഭിക്കുന്ന കൂപതടാക ലതാതരുക്കളെ കുറിച്ചും ഇവിടെ പറഞ്ഞു. അപ്പൊ അതാണ് ആ 4 വരി പദ്യത്തിൽ ഉള്ളത്. കൂപതടാക ലതാതരു കൂട്ടങ്ങൾ ഇവിടെ ശോഭിക്കുന്നു. അതുപോലെ തന്നെ സുമഗന്ധവഹോ പ്രവാദിഭവന, പൂക്കളുടെ ഗന്ധം വഹിക്കുന്നതായ ആ കാറ്റും, അതുപോലെ തന്നെ വിഭാതി ഗദ്യോദഹ, ഈ സൂര്യനും ഉദിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രകൃതിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ്, പ്രകൃതിയെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത 4 വരി പദ്യം നോക്കാം. അടുത്ത 4 വരി നോക്കാം. വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘ പുഷ്പഫലാഢ്യ ഹൃദവക്കാലേ പ്രത്യായാന്തി മുദാ. നോടി വായിക്കുക ടീച്ചർ, ശ്രദ്ധിച്ചിരിക്കുക. വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘ പുഷ്പഫലാഢ്യ ഹൃദവക്കാലേ പ്രത്യായാന്തി മുദാ. അപ്പൊ ആ 4 വരിയുടെ അർത്ഥം നോക്കാം. വർഷത്യസ്മിൻ കാലേ കാലേ, അല്ലെ, ഈ മഴ കാലേ കാലേ, കാലത്തിനനുസരിച്ച്, അല്ലെ, കാലത്തിനനുസരിച്ച് മഴ, അല്ലെ, മഴ വരുന്നു. ഇപ്പൊ നമുക്ക് മഴക്കാലമാണ്. അപ്പൊ ഓരോ കാലങ്ങൾക്കനുസരിച്ച് ഓരോ കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. അപ്പൊ അവിടെ വർഷത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘ, മേഘങ്ങളിൽ നിന്ന്, അല്ലെ, മഴ തുടങ്ങിക്കഴിഞ്ഞ, വർഷക്കാലമായി കഴിഞ്ഞാല്, മഴക്കാലമായി തുടങ്ങിയാല് നവാംബുഭിർമേഘ, നവാംബു നവ എന്ന് പറഞ്ഞാൽ പുതിയ, അംബു ജലം, വെള്ളം എന്നർത്ഥം. മേഘാഹ, മേഘങ്ങളിൽ നിന്ന് പുതിയ പുതിയ ജലം വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷകാലമായി കഴിഞ്ഞാല് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ കൂടുതൽ വർണ്ണിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടെ വർഷത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘാഹ പുഷ്പഫലാഢ്യ ഋതവക്കാലേ, പുഷ്പഫല ആഢ്യ, പുഷ്പഫലങ്ങള്, പുഷ്പങ്ങളും ഫലങ്ങളും, ആഢ്യ സമൃദ്ധി, സമൃദ്ധിനെയാണ് പറയാ ആഢ്യ എന്നുള്ള വാക്ക്. അപ്പൊ അവിടെ പുഷ്പഫല ആഢ്യ ഋതവഹ കാലേ. എന്താണ് ഋതവഹ? ഋതവഹ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് സീസൺ, അല്ലെ, സീസൺസിനെയാണ് നമ്മള് ഋതവഹ എന്ന് പറയുക കേട്ടാ. അതായത് ഋതുക്കൾ എന്ന് പറയും. നമ്മൾ 6 ഋതുക്കൾ ഉണ്ട്, അല്ലെ, വസന്തം, ശിശിരം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹേമന്തം, അതുപോലെ തന്നെ ഗ്രീഷ്മം, ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 6 ഋതുക്കളുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മളിവിടെ സംസ്കൃതത്തില് സീസൺ, ഋതുക്കളെയാണ് ഇവിടെ ഋതവഹ എന്ന് പറയുന്നത്. അപ്പോ ഈ ഋതുക്കൾക്കനുസരിച്ച്, അതാണ് ഋതവഹ കാലേ, ഋതുകാലങ്ങൾക്കനുസരിച്ച് എന്താണ്? പുഷ്പ ഫല ആഢ്യ, പുഷ്പത്തിന്റെയും ഫലത്തിന്റെയും സമൃദ്ധി ഉണ്ടാകുന്നു. പുഷ്പത്തിന്റെയും ഫലങ്ങളുടെ ഒക്കെ സമൃദ്ധി ഉണ്ടാവുക ഈ ഋതുക്കളുടെ കാലമൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ വസന്തകാലം വരുമ്പോ പൂക്കള്, അങ്ങനെയുള്ള ഓരോ കാലങ്ങൾ, മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഋതവഹ കാലേ പുഷ്പഫലാഢ്യ, പുഷ്പത്തിന്റെയും ഫലത്തിന്റെയും സമൃദ്ധി ഋതുക്കളുടെ കാലം അനുസരിച്ച് ഉണ്ടാകുന്നു. പ്രത്യായാന്തി മുദ, ഇത് കാണുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? മുദ, സന്തോഷം, അല്ലെ, സന്തോഷം. ഇതെല്ലാം നമുക്ക് മുദ പ്രത്യായാന്തി, സന്തോഷത്തെ കൊണ്ടുവരുന്നു, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ പ്രത്യായാന്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഇവിടെ പുഷ്പഫലാടെ കൃതവാകാലെ പ്രത്യായാന്തി മുദ. അപ്പൊ വർഷകാലമായി തുടങ്ങിയാല് മേഘങ്ങള് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ, അല്ലെ, പുതിയ അമ്പുവിർ മേഘ എന്ന് പറഞ്ഞാല് മേഘങ്ങളിൽ നിന്ന് ഇങ്ങനെ മഴ വർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പുഷ്പഫലാഢ്യ ഋതവഹ കാലേ, ഋതുകാലങ്ങൾ അനുസരിച്ച് പുഷ്പത്തിന്റെയും ഫലത്തിന്റെയും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ പ്രത്യായാന്തി മുദ, അത് നമുക്ക് സന്തോഷത്തെ കൊണ്ടുവരുന്നു എന്നർത്ഥം അവിടെ.
അപ്പൊ നാലാമത്തെ വരി, ഇനി അവസാനത്തെ 4 വരി പദ്യം നമുക്ക് നോക്കാം. അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാദ്. അസ്മൻ, ഈ നമ്മുടെ അസ്മൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിതഃ ചുറ്റിലുമുള്ള പ്രവർദ്ധമാന എന്ന് പറഞ്ഞാല് അഭിവൃദ്ധി, ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ അഭിവൃദ്ധികളെല്ലാം സുസ്ഥിതിരേവം സ്യാദ്, ഇപ്രകാരം നമ്മള് എന്ത് ചെയ്യണം? സുസ്ഥിതി പരിപാലിക്കണം. നമ്മള് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റിലുമുള്ള ഈ അഭിവൃദ്ധികളെ നമ്മള് പരിപാലിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? ഭംഗിയായി പരിപാലിക്കണം. അതാണ് ഇവിടെ ആ 2 വരി പദ്യത്തില് അർത്ഥമാക്കുന്നത്. അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാദ് വയന്തു തേഷാം പാലന വിഷയേ സന്നദ്ധാഃ സ്യാമ. അതായത് വയന്തു തേഷാം പാലന വിഷയേ, ഈ ഞങ്ങള് ഈ പാലന വിഷയെ, ഇത് പരിപാലിക്കുന്ന കാര്യത്തില്, ഞങ്ങള് അവയെ പരിപാലിക്കുന്ന കാര്യത്തില്, പ്രകൃതിയെ പരിപാലിക്കുന്ന കാര്യത്തില് സന്നദ്ധാ സ്യാമ, ഞങ്ങള് എന്തായിരിക്കും? സന്നദ്ധരായിരിക്കും, തയ്യാറായിരിക്കും എന്നാണ് ഇവിടെ. സന്നദ്ധ എന്ന് പറഞ്ഞാല് തയ്യാറാവുക എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ വയന്തു തേഷാം പാലന വിഷയെ സന്നദ്ധ സ്യാമ, ഞങ്ങള് പ്രകൃതിയെ പരിപാലിക്കുന്ന ആ പാലന വിഷയത്തില് ഞങ്ങള് സന്നദ്ധരായിരിക്കും, ഞങ്ങള് തയ്യാറായിരിക്കും എന്നാണ് ആ പദ്യത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ശ്യാമ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ വയം എന്ന് വന്നതുകൊണ്ടാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ശ്യാമ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പദ്യ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അതില് അടുത്ത പേജില് കുറച്ച് പദച്ഛേദങ്ങളും വിഗ്രഹവാക്യാർത്ഥങ്ങളും ഉണ്ട്. നമുക്കിനി അടുത്തതായിട്ട് അത് നോക്കാം. അടുത്ത പേജില് നമ്മൾ പറഞ്ഞു പദച്ഛേദ അല്ലെ, ആദ്യത്തെ പദച്ഛേദയാണ്. അപ്പൊ അതിൽ പദച്ഛേദമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ടീച്ചർ വെറുതെ വായിച്ചു തരാം, അത് നന്നായിട്ട് പഠിക്കുക കേട്ടാ. മഹാജല ബഹവഹ, മഹാജലാഹ അധികം ബഹവഹ, നദ്യസ്തിഷ്ഠത്യസ്മിൻ, നദ്യഃ അധികം തിഷ്ഠന്തി അധികം അസ്മിൻ, വർഷന്ത്യസ്മിൻ, വർഷന്തി അധികം അസ്മിൻ, നവാംബുഭിർമേഘ, നവാംബുഭിഹി അധികം മേഘാഃ, കൂപതടാക ലതതരുവൃന്ദാന്യത്ര. നോക്കൂ അവിടെ, കൂപ തടാക ലതാതരുവൃന്ദാനി അധികം അത്ര, സുമഗന്ധവഹോ വിഭാതി, സുമഗന്ധാവഹ അധികം വിഭാതി, സുസ്ഥിതിരേവം, സുസ്ഥിതിഃ അധികം ഏവം. ഇനി വിഗ്രഹ, വിശാലസുന്ദര വിശ്വം, അതിന്റെ വിഗ്രഹാർത്ഥം നോക്കാം. വിശാലം ച തത്, സുന്ദരം ച വിശാലസുന്ദരം താദൃശം വിശ്വം, സർവചരാചര നിവാസം, ചരാണാം ആചരണാം ച തേഷാം സമാഹാരഃ ചരാചരം, സർവജ തത് ചരാചരം ച സർവചരാചരം തേഷാം നിവാസം, അതുലം നാസ്തി തുല യസ്യ തം, നയന ആനന്ദകരം, നയനയോഃ ആനന്ദഃ നയനാനന്ദഃ, കരോതി ഇതി കരഃ നയനാനന്ദകരഃ തം നയനാനന്ദകരം, മഹാജലാഃ മഹാന്തഃ ച അമി അജലാഃ വാ, അരണ്യകേദാര ഉപവനാനി, അരണ്യം ച കേദാരഃ ച ഉപവനം ച
അരണ്യകേദാര ഉപവനാനി. സുഖപ്രധാനി, സുഖം പ്രദാദതി താനി സുഖപ്രധാനി. ഗദ്യോദതഃ, ഗം ദോദയതി ഇതി ഗദ്യോദതഃ. സുമഗന്ധവഹഃ, സുമാനാം ഗന്ധഃ സുമഗന്ധഃ തസ്യ വഹഃ സുമഗന്ധവഹഃ. നമുക്ക് അടുത്ത ഇനി അടുത്ത പേജ് നമ്പർ 11. 11 നമുക്ക് വിഗ്രഹവാക്യം 2 അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. നവാംബുഭിഹി, നവം ച തത് അംബു ച നവാംബു തൈഹി നവാംബുഭിഹി. പുഷ്പഫലാഢ്യ, പുഷ്പാണി ച ഫലാനി ച പുഷ്പഫലാനി തൈഹി ആഢ്യ പുഷ്പഫലാനി. അപ്പൊ നമ്മുടെ വിഗ്രഹവാക്യം അവിടെ തീരാണ്. ഇനി നമുക്കുള്ളത് പഠന പ്രവർത്തനങ്ങളാണ്. അപ്പൊ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പഠന പ്രവർത്തനം എന്ന് പറഞ്ഞാല് നിങ്ങളോട് ആ ബാലകവിത താളത്തിനനുസരിച്ച് പാടാനാണ്. അത് നമുക്ക് വേണ്ട. ബാലകവിത താളലയ അനുസാരം ആലപതു. രണ്ടാമത്തത് നോക്കുക. നൂതന പദാനി ചിത്വ അർത്ഥം ലിഖതു. നൂതന പദാനി ചിത്വ അർത്ഥം ലിഖതു. പുതിയ പദങ്ങൾ എടുത്തിട്ട് അതിന്റെ അർത്ഥം എഴുതാനാണ് പറയണത്. നിങ്ങളെ പേജ് നമ്പർ 19 എടുക്കാം. പേജ് നമ്പർ 19 എടുക്കാം. എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുന്നു. അതില് ശബ്ദകോശക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 19ാമത്തെ പേജില് ടീച്ചർ പറയുന്ന അർത്ഥങ്ങള് ടിക്കിടുക. അപ്പൊ അതാണ് നിങ്ങൾക്ക് അവിടെ നൂതന പദങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ടീച്ചർ പറയാം. ആദ്യത്തത് അജലഹ, അത് ടിക്കിട. അതുലം, അവിടെ കണ്ടോ, അജലഹ പർവ്വതം. അതുലം സമാനതകളില്ലാത്ത, അത് കമ്പയർ ചെയ്യാൻ സാധിക്കാത്തത്. അരണ്യം കാട്. ഉപവനം പൂന്തോട്ടം. കേദാരഹ വയല്. ഗദ്യോദതഃ സൂര്യൻ. തരുഹു മരം. നാഗഹ സ്വർഗം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിവാസഹ വീട്, താമസിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് അവിടെ അർത്ഥാക്കുന്നത്. അതുവരെ മതി. അതില് പര്യാവരണം വേണ്ട, അവസാനത്തെ വേണ്ട. ഇനി അടുത്ത പേജ് 20ാം പേജ് എടുക്കുക. 20ാമത്തെ പേജില് പവനഹ കാറ്റ്. അത് വിശ്വം പ്രപഞ്ചം എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും വാക്കുകളാണ് അവിടെ നൂതന പദങ്ങളായിട്ട് അവിടെ വരുന്നത്. അപ്പൊ അത് പഠിക്കാം കേട്ടാ. അപ്പൊ അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയില് ടീച്ചർ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് തന്നെ വരിക. പേജ് നമ്പർ 11 തന്നെ എടുക്കുക. അതില് ഉപസർഗയുക്ത പദാനി ചിത്വ ലിഖതു. അവിടെ ഉപസർഗയുക്തമായ പദങ്ങൾ എടുത്തെഴുതാൻ. എന്താണ് ഉപസർഗം? ഉപസർഗം എന്താന്ന് അറിയണം അല്ലെ? എന്നാലേ നമുക്ക് അത് എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ പദ്യഭാഗത്തിൽ നിന്ന് ഉപസർഗ യുക്ത പദാനി ചിത്വ ലിഖതു എന്നാണ്. ഉപസർഗ പദങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉപസർഗം എന്താന്ന് അറിഞ്ഞാലേ നമുക്ക് ഉപസർഗ പദങ്ങൾ എടുത്ത് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മള് പേജ് നമ്പർ 13 എടുക്കാം. 13ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഉപസർഗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തു എന്ന് വിചാരിക്കണു. 13ാമത്തെ പേജ്. അപ്പൊ അതില് ഉപസർഗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കൂ. ദ്വാവിംശതി സംഖ്യാകാഹ അദ്രവ്യവാചിനഃ പ്രാദയ്യഃ ക്രിയായോഗേ ഉപസർഗാഹ ഇതി വ്യവഹ്രിയതേ. അവിടെ കൊടുത്തിരിക്കുന്ന കുറെ വാക്കുകൾ അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. പ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. പര, അതുപോലെ അബ, സമ, അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നി, അതി, അഭി, അതി, സു, ഉദു, അഭി, പ്രതി, പരി, ഉപ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ നോക്കൂ. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ര അധികം ഹരതി പ്രഹരതി.
കണ്ടു. അപ്പോ പ്രായ് എന്ന് പറയുന്നത് അവിടെ ഉപസർഗമാണ്, മുൻപ് വരും. ഒരു വാക്കിന്റെ കൂടെ മുൻപ് വരുന്ന ഏതൊക്കെ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒക്കെ മുൻപ് വരും. പ്രായെന്നോ പരായെന്നോ അബായെന്നോ വി എന്നോ സമു എന്നോ ഇതൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ ആ വാക്കുകളാണ് എന്ത് ഉപസർഗങ്ങളായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ അവിടെ സമ പ്ലസ് ഹരതി, സംഹരതി കണ്ട അവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അതുപോലെ ആഹരതി, ആഹരതി, പരി അധികം ഹരതി പരിഹരതി, ഉപ അധികം ഹരതി ഉപഹരതി. അപ്പൊ അങ്ങനെ ഈ താഴെ കൊടുത്തിരിക്കുന്ന കുറെ ചെറിയ ചെറിയ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു വാക്കിന്റെ ഫ്രണ്ടില് മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ വാക്കുകളാണ് ഉപസർഗ പദങ്ങളെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഉപസർഗ പദങ്ങള് നമ്മുടെ പാഠഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാലോ, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ അത് എഴുതിയെടുക്കുക. ടീച്ചർ ഇവിടെ കാണിക്കാം ഏതൊക്കെയാണ് ആ പദ്യഭാഗത്തിൽ വരുന്നെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക, നിങ്ങൾ എഴുതിയിട്ട് അത് ശരിയാണോ എന്നുള്ളത് മാത്രം ടീച്ചർ ചെയ്യണമെന്ന് നോക്കുക കേട്ടോ. ഇനി അതില് നാലാമത്തെ പഠന പ്രവർത്തനം നോക്കുക. നാലാമത്തെ പഠന പ്രവർത്തനം പ്രയോഗവിശേഷം ജ്ഞാത്വ ഉദാഹരണാനുസാരം വാക്യാനി ലിഖന്തു. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങള് ബാക്കിയുള്ള വാക്യങ്ങൾ പൂർത്തീകരിക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഉദാഹരണം ആദ്യം നോക്കാം കേട്ടോ. അപ്പൊ അവിടെ നോക്കൂ. വിദ്യാലയസ്യ പരിതഃ വൃക്ഷാഹ സന്തി. അവിടെ വിദ്യാലയസ്യ പരിതഃ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പരിതഃ എന്നുള്ള വാക്കും കണ്ടു. വിദ്യാലയസ്യ എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, അതിന്റെ തൊട്ടിപ്പുറത്ത് പരിതഃ എന്നും കാണുന്നുണ്ട്. വൃക്ഷാഹ സന്ധി. എപ്പോഴും പരിതഃ എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാല് അതിന്റെ കൂടെ ഒരിക്കലും ഷഷ്ടി വിഭക്തി ഉപയോഗിക്കാൻ പാടില്ല. വിദ്യാലയസ്യ ഇവിടെ ഗ്രാമറാണ് അല്ലെ. വിദ്യാലയസ്യ, രാമസ്യ രാമന്റെ, വിദ്യാലയത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ പരിതഃ എന്ന് വന്നു കഴിഞ്ഞാല് അവിടെ ഷഷ്ടി വിഭക്തി ഉപയോഗിക്കാൻ പാടില്ല. ഏതാണ് ഉപയോഗിക്കേണ്ടത്? ദ്വിതീയ വിഭക്തിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവിടെ അതിന്റെ താഴെ നോക്കൂ, ഉത്തരം എഴുതിയിട്ടുണ്ട്. എക്സാമ്പിളിന്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് അവിടെ. വിദ്യാലയം പരിതഃ വൃക്ഷാഹ സന്ധി. കണ്ടോ, അവിടെ ദ്വിതീയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിദ്യാലയം പരിതഃ വൃക്ഷാഹ സന്ധി. അപ്പൊ അവിടെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായി. സ്യ എന്നുള്ളത് വരുമ്പോ രാമസ്യ, ബാലസ്യ, പാഠസ്യ എന്നൊക്കെ പറയുമ്പോ അത് ഷഷ്ടി വിഭക്തിയാണ്. ഇവിടെ ഷഷ്ടി വിഭക്തി പരിതഃ വരുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, അത് തെറ്റിപ്പോവല്ലെങ്കിൽ. അപ്പൊ പരിതഃ എന്ന് വന്നാൽ അതിന്റെ മുൻപിൽ ഉപയോഗിക്കേണ്ടത് ദ്വിതീയ വിഭക്തിയാണ്. ഏത് വിഭക്തിയാണ്? ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിക്കേണ്ടത്. രാമം, ബാലം അല്ലെ ഒക്കെ അങ്ങനെ വരുന്ന പദങ്ങളാണ് ദ്വിതീയ വിഭക്തി. അപ്പൊ അവിടെ ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ 3 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്തു നോക്കാം, പറഞ്ഞു നോക്കാം. പുഷ്പസ്യ പരിതഃ ഭ്രമരാഹ സന്ധി. അവിടെയും പുഷ്പസ്യ കഴിഞ്ഞിട്ട് പരിതഃ എന്നുണ്ട്. അവിടെ ഷഷ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പുഷ്പസ്യ. അപ്പൊ നമ്മൾ ഉത്തരത്തില് ദ്വിതീയ വിഭക്തിയെ കൊണ്ടുവരണം. അപ്പൊ ദ്വിതീയ വിഭക്തി എന്താണ്? പുഷ്പം. പുഷ്പം പരിതഃ ഭ്രമരാഹ സന്ധി. ഒപ്പം നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി പോവാ കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് ഗൃഹസ്യ പരിതഃ പ്രാകാരഃ സന്ധി. അവിടെയും ഗൃഹസ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പരിതഃന്ന് തൊട്ടിപ്പുറത്തുണ്ട്. അപ്പൊ ഗൃഹസ്യാന്ന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അവിടെ ദ്വിതീയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഗൃഹസ്യ എന്നുള്ളത് എന്തായി? ഗൃഹം എന്നായി അല്ലെ. അപ്പൊ ഗൃഹം പരിതഃ പ്രാകാരഃ സന്ധി. ഇനി മൂന്നാമത്തെ നോക്കാം. ആരാധനാലയസ്യ പരിതഃ ഭക്താഹ സന്ധി. അവിടെ ആരാധന ആലയസ്യ, അവിടെയും ഷഷ്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതും തിരുത്തി എഴുതണം. അപ്പൊ ആരാധനാലയസ്യ എന്നുള്ളതിന്റെ ദ്വിതീയ ആരാധനാലയം. ആരാധനാലയം പരിതഃ ഭക്താഹ സന്ധി.
അപ്പൊ അതാണ് നമ്മളവിടെ എഴുതി ചേർക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ ഉചിത വിഭക്തി പ്രയോഗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കവിതായാഹ ആശയം സൂചനാനുസാരം ലഘു ഉപന്യാസ രൂപേണ പരിവർത്തം ലിഖതു. അവിടെ ഒരു ലഘു ഉപന്യാസം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ സൂചനകള് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പൊ അത് നിങ്ങൾ സ്വയം എഴുതി നോക്കണം കേട്ടോ. അപ്പൊ ഇത്രയും പഠന പ്രവർത്തനങ്ങളാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ഏറ്റവും താഴെ അവസാനത്തില് കൊടുത്തിട്ടുണ്ട് പ്രകൃതി ദൃശ്യം വിലീക്ക വർണ്ണലേപനം കരോതു. പ്രകൃതി ദൃശ്യം ഒരു പ്രകൃതിയെ വരച്ചിട്ട് ഒരു പ്രകൃതി വരച്ചിട്ട് അവിടെ നിങ്ങള് അതിന് വർണ്ണലേപനം കരോതു, നിങ്ങളോട് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രകൃതി ഒരു ഭംഗിയായിട്ട് ഒരു പ്രകൃതിയെ വരച്ചിട്ട് അതിന് അതിൻ്റെതായ നിറങ്ങൾ കൊടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും അവസാനത്തെ അതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്ത് ഉള്ളത്. അപ്പോ ഒന്നാമത്തെ പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് ടീച്ചറോട് ചോദിച്ചാൽ മതി. ടീച്ചർ അതിനുള്ള മറുപടി തരാം കേട്ടോ. അപ്പൊ ശരി, ഇനി രണ്ടാമത്തെ പാഠമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.